അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്നിവിടെ പരിശോധിക്കുന്നത് ഇസ്രയേലിൻ്റെ അതിശക്തമായ ആകാശമാർഗമുള്ള അറ്റാക്ക് അതിശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും ഹൂത്തിയുടെയും എല്ലാം അറ്റാക്ക് വർദ്ധിച്ചപ്പോൾ, അവരുടെ ആ ആക്രമണത്തിന് ശക്തി കൂട്ടിയപ്പോൾ ഇവർ പതുക്കെ ഉൾവലിഞ്ഞിരിക്കുകയാണ്. ഉൾവലിഞ്ഞിട്ട് നേരെ സൈത്തൂൺ പ്രദേശത്തേക്ക് അവർ ആക്രമണം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അവിടെ സത്യത്തിൽ ജനവാസം തന്നെയില്ല. അവിടെ ഏതാനും സ്കൂളുകളും കോളേജുകളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ്. ആയതുകൊണ്ട് ഈ സ്കൂളുകളിലും കോളേജുകളിലുമെല്ലാം ജനങ്ങൾ മാറി താമസിക്കുകയാണ്. അപ്പോൾ ജനങ്ങളെ കൊല്ലാൻ അവിടെയൊക്കെ അരിച്ചു പെറുക്കി നോക്കിയിട്ടും ഒന്നും കിട്ടിയില്ല. അങ്ങനെ അവർ സ്കൂളുകൾക്കും കോളേജുകൾക്കും ബോംബിടുകയാണ്. ഈ സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം അഭയം തേടിയിട്ടുള്ള കൊച്ചു കുട്ടികൾ, സ്ത്രീകൾ, വൃദ്ധരായവർ, ചെറുപ്പക്കാർ, ഇവരെയെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആകാശമാർഗമുള്ള അറ്റാക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അറ്റാക്കിന് തടയിടാൻ അവിടെ ബന്ധപ്പെട്ട ആരും തന്നെ ശ്രമിക്കുന്നില്ല. ആരും തന്നെ ഇത് അനീതിയാണ്, ഇത് അക്രമമാണ്, ഇത് പാടില്ല എന്നൊന്നും ആരും തന്നെ പറയുന്നില്ല. അവിടെ അമേരിക്കയുടെ എല്ലാം യുദ്ധവിരുദ്ധ പ്രവർത്തകരെല്ലാം അവിടെ ഉണ്ട്. അവരും മൗനം സമ്മതത്തിലാണ്. പരമാവധി ഗസ നിവാസികളെ, സൈത്തൂൺ നിവാസികളെ കൊന്നൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രദേശം മുഴുക്കെ അരിച്ചു പറിക്കിയിട്ടും ആരെയും കിട്ടിയില്ല. അങ്ങനെ സൈത്തൂൺ പരിസരത്തുള്ള ഒരു സ്കൂളിന് മേൽ ബോംബിടുകയാണ്. അപ്പോൾ ആ ബോംബിട്ടതിന് ശേഷമുള്ള മനുഷ്യനായി പിറന്ന ആരുടെയും കരളലിയിപ്പിക്കുന്ന ചില ദൃശ്യങ്ങളുണ്ട്. മനുഷ്യനായി പിറന്ന ആരുടെയും ഹൃദയം പൊട്ടുന്ന ചില ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് സൈത്തൂൺ മേഖലയിലെ സഫാദ് സ്കൂളിന് നേരെയാണ് ഈ അറ്റാക്ക് നടന്നിരിക്കുന്നത്. ഈ സഫാദ് സ്കൂളിന് നേരെ അറ്റാക്ക് നടത്തിയപ്പോൾ അവിടെ ഏതാനും സ്ത്രീകളും കുട്ടികളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. സ്കൂൾ ഒന്നാകെ ഏതാണ്ട് 3 നിലയോളം വരുന്ന കെട്ടിടം ഒന്നാകെ താഴോട്ടിരുന്നപ്പോൾ അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ബഹുഭൂരിപക്ഷവും ഒരു പോറൽ പോലും ഏൽക്കാത്ത മനുഷ്യജീവൻ അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പോൾ രക്ഷാപ്രവർത്തകർ എത്തിയപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്നും, കോൺക്രീറ്റ് കൂമ്പാരങ്ങളുടെ ഇടയിൽ നിന്നും ഒരു മണ്ണിൽ പൊതഞ്ഞ ഒരു കൈ പുറത്തേക്ക് നീട്ടിക്കൊണ്ട് സഹായം തേടി വിളിക്കുകയാണ്. വിളിക്കുന്ന പ്രദേശത്ത് ആളുണ്ടോ, മനുഷ്യരുണ്ടോ, ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ല വിളിക്കുന്നത്. ആരെങ്കിലും എൻ്റെ കൈകൾ കണ്ടാൽ ഇവിടെ ഞങ്ങളുണ്ട്, ഇവിടെ ജീവനുണ്ട് എന്ന് സൂചന കൊടുക്കാനാണ്. അപ്പോൾ ഓടിക്കൂടിയവർ ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുടെ ഒരു ചെറിയ ദ്വാരത്തിലൂടെ ഈ ആളുടെ കൈകൾ മാത്രമാണ്, കൈകൾ എന്ന് പറയാൻ പറ്റില്ല, ഒരേ ഒരു കൈപ്പത്തി മാത്രമാണ് ആ തുളയിലൂടെ പുറത്തേക്കിട്ടിട്ട് വിരലുകൾ ആട്ടിക്കാണിക്കുകയാണ്. പുറത്തേക്ക് വിരലുകൾ ഇങ്ങനെ ആട്ടിക്കാണിക്കുകയാണ്. അപ്പോൾ അവിടെ ഓടിക്കൂടിയവർ ആ വിരലുകളിൽ പിടിച്ചുകൊണ്ട് അകത്ത് കുടുങ്ങിക്കിടക്കുന്ന ആ വ്യക്തിയെ സമാധാനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ആരുടെയും മനുഷ്യനായി പിറന്ന ആരുടെയും ഹൃദയം പൊട്ടുന്ന കാഴ്ചയാണ്. ആ കാഴ്ച നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഈ കാഴ്ച കണ്ടല്ലോ. അവിടെ രക്ഷാപ്രവർത്തനം നടത്തേണ്ടതിന് പകരം വീണ്ടും ആ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന സ്കൂളിനുമേൽ ബോംബുകളുടെ കൂമ്പാരം നിർമ്മിക്കുകയാണ് ഇസ്രയേലി സൈന്യം. ഇത് അരുത് എന്ന് പറയാൻ ഒരു ചാരിറ്റി പ്രവർത്തകരും ലോകത്തെമ്പാടുമില്ല. ഒരു ചാരിറ്റി പ്രവർത്തകരും ലോകത്തെമ്പാടുമില്ല. അമേരിക്ക വലിയ സമാധാനത്തിന്റെയും മധ്യസ്ഥതയുടെയും ഒത്തുതീർപ്പിന്റെയും ഒക്കെ രാജ്യമായിട്ട് അഭിനയിക്കുന്ന അമേരിക്കയാണ്. ഈ അമേരിക്കൻ സൈനികരും അവിടെയുണ്ട്. അവരും പരമാവധി കൊല്ലുക എന്നുള്ള മുദ്രാവാക്യമാണ് ഉയർത്തുന്നത്. ഇതിന് പ്രോത്സാഹനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഏതാനും ജൂതരോ ഏതാനും അമേരിക്കക്കാരോ നാറ്റോ സൈനിക സഖ്യമോ വിചാരിച്ചാൽ കൊന്നൊടുക്കാൻ പറ്റുന്നതല്ല
ഒരു സമൂഹത്തെ ഒന്നടങ്കം കൊന്നൊടുക്കണമെങ്കിൽ അത് ദൈവം തന്നെ തീരുമാനിക്കണം. ദൈവത്തെ വിളിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ അംഗീകരിക്കുന്ന വിഭാഗത്തെയാണോ ദൈവത്തിന്റെ സഹായ ഹസ്തങ്ങൾ എത്തുക, അതോ ദൈവനിഷേധികളെയാണോ ദൈവം സഹായിക്കാൻ പോകുന്നത് എന്ന് വരും കാലങ്ങളിൽ നമുക്ക് മനസ്സിലാകും. ഇവിടെ ആരുമില്ല, അവർക്ക് സാക്ഷാൽ ദൈവം തമ്പുരാൻ മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ വലിയ ദൈവത്തെ ആരാധിക്കുന്നവരാണല്ലോ നിങ്ങൾ മുസ്ലിങ്ങൾ. ആ മുസ്ലിങ്ങളെയാണല്ലോ ഏറ്റവും കൂടുതൽ ദൈവം ശിക്ഷിക്കുന്നത്. ലോകത്തെമ്പാടും നോക്കിയാലും മുസ്ലിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ശിക്ഷ ഭൂമിയിൽ കാണുന്നത്. അപ്പോൾ ദൈവം നിങ്ങളുടെ കൂടെ ഇല്ല എന്നൊക്കെ ചിലർ പറയാറുണ്ട്. അത് തലക്കകത്ത് ആൾതാമസം ഇല്ലാത്തവരാണ് അങ്ങനെ പറയുന്നത്. കാരണം ഈ ഭൂമി എന്നത് ഒരു പരീക്ഷണശാലയാണ്. ദൈവം നല്ല ജീവിതവും സ്വർഗവും സുഖവും എല്ലാം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് ഈ ഭൂമിയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. അല്ലാത്തവർക്ക് ഈ ഭൂമി സ്വർഗമാണ്. മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിരിച്ചേക്കാം. മരണാനന്തരം ഒരു ജീവിതമോ? അബദ്ധമല്ലേ? കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയാണ് അതൊക്കെ. സ്വർഗവും നരകവും ഈ ഭൂമിയിൽ തന്നെയാണെന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്. അതെ, ഞാനും ശരിവെക്കുന്നു. ഈ ഭൂമിയിൽ നല്ല രീതിയിൽ ജീവിച്ചവർക്ക് ദൈവം തമ്പുരാൻ സ്വർഗം നൽകും. ഈ ഭൂമിയിൽ സഹജീവികളെ കൊന്നൊടുക്കുന്നവർക്ക് അതുപോലെ തന്നെ നരകവും നൽകും. കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നതിനെ ശരിവെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. ഈ ഭൂമിയുടെ ഉപരിതലം നമ്മൾ കാണുമ്പോൾ നല്ല പച്ചപ്പും നല്ല പഴവർഗ്ഗങ്ങളും ഭക്ഷ്യവസ്തുക്കളും ഒക്കെ വിളയുന്ന ഭൂമിയുടെ അന്തർഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തിളച്ചു മറിയുന്ന ലാവയാണ്. ഒരു തേങ്ങ ഉടയ്ക്കുന്നത് പോലെ ഭൂമിയെ ഒന്നുടച്ചാൽ കാണാം ഭൂമിയുടെ അന്തർഭാഗം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഇങ്ങനെ പറയുന്ന ദൈവനിഷേധികൾക്ക് അവർക്കുള്ള ശിക്ഷയും ഈ ഭൂമിയിൽ തന്നെയാണ്. അത് ഭൂമിയുടെ അന്തർഭാഗത്താണ്. ഇന്തോനേഷ്യയിലും ഒക്കെ ചെന്നാൽ കാണാം അഗ്നിപർവ്വതങ്ങൾ പൊട്ടി ഒലിക്കുന്ന ആ പ്രദേശത്ത് തന്നെ ശക്തമായ ചൂടാണ്. ഈ ചൂടേറ്റിട്ട് അവിടെ ആ പരിസരത്തെങ്ങും 5-6 കിലോമീറ്റർ ചുറ്റളവിൽ പോലും ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അത്ര കണ്ട അസഹനീയമാണ് ചൂട്. അപ്പൊ ഇത്തരം ദൈവനിഷേധികൾക്ക് ഈ ഭൂമിയിൽ തന്നെയാണ് സ്വർഗവും നരകവും. നരകം ഭൂമിയുടെ അന്തർഭാഗത്തുണ്ട്. ഇത്തരക്കാരെ അവിടെ നിക്ഷേപിക്കും ദൈവം തമ്പുരാൻ. അതാണ് കാലം കാത്തിരിക്കുന്നത്. ഇത്തരക്കാരുടെ വരവ് കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ലാവയുമെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ദൈവനിഷേധികളെ സ്വർഗവും നരകവും ഈ ഭൂമിയിൽ തന്നെയാണ്. ഇവിടെ നിങ്ങൾ എത്ര കണ്ട് പാവപ്പെട്ടവരെ കൊന്നൊടുക്കിയാലും, കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയാലും, കുട്ടികളെ കൊന്നൊടുക്കിയാലും, സ്ത്രീകളെ കൊന്നൊടുക്കിയാലും, വൃദ്ധരെ കൊന്നൊടുക്കിയാലും നിങ്ങൾ രക്ഷപ്പെടില്ല. നിങ്ങളുടെ സ്ഥാനം ലാവയിൽ കുളിപ്പിച്ചെടുക്കും നിങ്ങളെ. ഇത് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ തൽക്കാലം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും വലിയൊരു സലാം.